എന്തൊക്കെ എവിടെ ചെറല്ലേ എപ്പ എത്തി? ഞാനിപ്പോ ഒരാഴ്ചയായി. ഒരാഴ്ച ആ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഇല്ല ഞാൻ നമ്മുടെ പിന്നെ ഏരിയ ആണല്ലോ ഇവിടെ. എന്നിട്ട് ഈ വന്നില്ല. ഇല്ല ഞാൻ പിന്നെ ആ സ്വർണം എടുത്തു കൊടുക്കാണ്ടി അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ശരി. സ്വർണം പോകാൻ വേണ്ടിട്ട് ഗൾഫ് പോകാൻ വേണ്ടി സ്വർണം വെച്ചില്ലേ പെണ്ണുങ്ങളെ. പോയിട്ട് 2 വർഷം അവിടെ നിന്ന് ഇതായിട്ട് ഇതൊക്കെ ആയിട്ട് മെയിനായിട്ട് ഈ സ്വർണം തന്നെ ഇവിടെ ഇങ്ങനെ പിടിയാണ്. സ്വർണം ഇതായില്ല, എടുത്തേരി. അത് ശരി. അപ്പൊ അങ്ങനെ എന്നിട്ട് തിരിച്ചു പോക്ക്? ഇല്ല, പണി ആ ക്യാൻസൽ ചെയ്തില്ലോ. അതെന്തേ? മെയിനായിട്ട് നമ്മളിപ്പോ പരിപാടി എന്തെങ്കിലും നമ്മൾ പോയി ആ സ്വർണം എടുത്തു കൊടുക്കുക. ഗൾഫിൽ പോകാൻ പറ്റിയ സ്വർണം എടുക്കാം. ഗൾഫില് പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്തിട്ടാണല്ലോ ഗൾഫ് പോണത്. വിസന്റെ പൈസ അതൊക്കെ കൊടുക്കണ്ടേ, ടിക്കറ്റിന്റെ പൈസ കാര്യങ്ങളും ഇതൊക്കെ. അങ്ങനെ അത് സ്വർണം വെച്ചാണ്. പിന്നെ മെയിനായിട്ട് ആ സ്വർണ്ണം എടുക്കണം. ഗൾഫ് പോയിട്ട് 2.5 കൊല്ലം നയിച്ച് ആ സ്വർണ്ണം എടുക്കാനുള്ള പൈസ ആയ സമയത്ത് ആ ജോലിയും ഒഴിവാക്കി. എന്തിനാ ജോലിന്റെ ആവശ്യം? അപ്പൊ ഈ എന്തിനു ഗൾഫിൽ പോയത്? അല്ല, ഗൾഫില് പോകാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ സ്വർണം പണയം വെച്ചത്. എനിക്ക് ക്ലിയർ ആയില്ല. ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് ഭാര്യയുടെ സ്വർണം പണയം വെച്ചു. ഭാര്യന്റെ സ്വർണം പണയം വെച്ച് ഞാൻ ഗൾഫിൽ പോയി. അവിടെ 2.5 കൊല്ലം അധ്വാനിച്ച് നയിച്ച് നയിച്ച് അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് ആ സ്വർണം ആവാനുള്ള പൈസ ആയി. എനിക്ക് പൈസ കിട്ടി. ഞാൻ പണി ക്യാൻസൽ ചെയ്ത് സ്വർണം എടുത്ത് ഓൾക്ക് കൊടുത്ത് ഇപ്പൊ സ്വസ്ഥം അല്ലേ. എന്തിനാ ഗൾഫിൽ പോകാനാണല്ലോ സ്വർണം പണയം വെച്ചത്. ഗൾഫ് പോകാൻ വേണ്ടി ഞാൻ സ്വർണം പണയം വെച്ച് ഞാൻ ഗൾഫിൽ പോയി പണിയെടുത്ത് 2.5 കൊല്ലം പണിയെടുത്ത് ആ സ്വർണം തിരിച്ചെടുക്കാനുള്ള പൈസ ആയതിനു ശേഷം ഞാൻ ജോലി ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്ന് സ്വർണ്ണം എടുത്തു കഴിഞ്ഞത്രേ ഉള്ളൂ. അപ്പൊ പണയം വെച്ച് ചെങ്ങായി എനിക്ക് എന്താ പറഞ്ഞ ഈ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടോ ഞാൻ മോനെ ഈ പറഞ്ഞ ശ്രദ്ധിച്ച് കേക്ക്. ഗൾഫിൽ വിസ വന്ന് പൈസ വേണ്ടേ? ആ പൈസക്ക് ഞാൻ എന്ത് ചെയ്ത് പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്തിട്ട് പണയം വെച്ച് ആ പൈസ എടുത്തിട്ട് ഞാൻ ഗൾഫിൽ പോയി 2.5 കൊല്ലം അധ്വാനിച്ച് നയിച്ച് ആ പൈസ എടുത്തിട്ട് ഈ സ്വർണം ഞാൻ എടുത്ത് നമ്മളെ കട ഒരു ബാധ്യതല്ല. ആ സ്വർണം എടുത്ത് പെണ്ണുങ്ങൾക്ക് അത് തിരിച്ചു കൊടുത്ത് പിന്നെ ആ പണി എന്തിനാ ആ പണിയാൾ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ എത്ര പറയാൻ ഒരു ചെറിയ പണിയെടുക്കാൻ നമുക്കാണ് ഗൾഫ് പോകാൻ പറ്റുക. അതല്ല ഗൾഫിൽ പോയത് പണം എടുത്ത് വെച്ച സാധനം എടുക്കാൻ വേണ്ടിട്ട് ഗൾഫ് വിസന്റെ പൈസക്ക് വേണ്ടിട്ട് വെച്ച് പണം എടുക്കാൻ വേണ്ടിട്ടാണ് ഗൾഫിൽ പോയത്. ഗൾഫ് പോയി പണിയെടുത്ത് എന്താണ് എനിക്ക് തീരെ വരില്ലേ? എടാ പൊട്ടാ ചോദിക്കണ മനസ്സിലാക്കില്ല ജി. എന്ത് ഗൾഫിൽ പോവാൻ വിസക്ക് വേണ്ടിട്ടാണ് പണയം വെച്ചത്. റെഡി. ഗൾഫിൽ പോയി 2.5 വർഷം ഒറ്റ പോലെ പണിയെടുത്ത് തിരിച്ചു വന്നു. ക്യാൻസലാക്കി വന്നിട്ട് ഇല്ലല്ല മറ്റേ സ്വർണ്ണം എടുത്തല്ലോ. സ്വർണ്ണം എടുത്ത് ക്യാൻസലാക്കി നമ്മൾ എന്തിനാ ആടെ പോയി പണിക്ക് പോയി? ഈ സ്വർണ്ണാണ് നമ്മൾ ആകല്ല കട. അതാ ആ കട നമ്മൾ വീട്ടിൽ പിന്നെ എന്തിനാണ് നായി പോലെ പട്ടി പോലെ നയിക്കുന്നത്? ആ കടം വന്നിട്ട് ഗൾഫിൽ പോകാനല്ലേ? എടോ ഗൾഫ് പോകാൻ വേണ്ടിട്ടാണ് ഈ വിസക്ക് വേണ്ടിട്ടാണ് ഇവിടെ സ്വർണം പണയം വെക്കുന്നത്. എന്ത് വർത്താനടാ പറയുന്നത്? ഗൾഫിൽ പോകാൻ പണയം വെച്ച് പണം എടുക്കാൻ പൈസ വന്നപ്പോ ഗൾഫ് ക്യാൻസൽ ആക്കി. പിന്നെ എന്താ ഗൾഫിൽ പോയത്? ഞാൻ ഗൾഫ് ക്യാൻസൽ ആക്കി ബുദ്ധി എന്ത് ബുദ്ധിയില്ല എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അതാണ് എന്ത് തേങ്ങ ജന്മത്തിൽ ഗൾഫിൽ പോകും. ഞാൻ ഗൾഫ് പോകില്ല മനസ്സിലായില്ല. ഞാൻ എന്താ പറഞ്ഞത്? ഞാനിപ്പോ അല്ല പറഞ്ഞേക്ക് ഞാനിപ്പോ എന്താ പറഞ്ഞത്? അവിടെ ഞാൻ ഗൾഫ് പോകാൻ വേണ്ടി എന്റെ പെണ്ണുങ്ങളെ പണ്ടല്ല വെച്ച് എന്റെ സ്വന്തം പെണ്ണുങ്ങളെ പണ്ട ഞാൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഗൾഫ് പോകാൻ വേണ്ടി ഗൾഫ് പോയി. പോയിട്ട് ആ ഗൾഫില്ല എന്റെ പെണ്ണുങ്ങൾക്ക് സ്വന്തം ഞാൻ എടുത്തെടുത്ത് പിന്നെ എന്തിനാ പട്ടി നായി നയിക്കുന്ന ഞാനാ നയിക്കുന്നത്? അനക്കെന്താ പറഞ്ഞ മനസ്സിലായിട്ട്? ആര് പൊട്ടെ? എടാ എനിക്ക് വിവരം തന്ന സാധനമില്ല. എന്ത് വിവരമില്ലാത്ത? എടാ എനിക്ക് ഗൾഫ് ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലാകണ്ട. ഗൾഫ് പോകാൻ വേണ്ടി ഞാൻ പണിക്ക് വേണ്ടിട്ട് പോയി. എന്റെ പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്തിട്ടല്ലേ ഞാൻ പോയി. ആ പോയിട്ട് ഞാൻ അവിടെ പോയി നയിച്ചിട്ട് ഞാൻ ആ പൈസ ഉണ്ടാക്കി എന്റെ പെണ്ണുങ്ങൾക്ക് ആ സ്വർണ്ണം എടുത്തൊടുത്ത് പിന്നെ ഞാൻ എന്തിനാണ് നയിക്കുന്നത്? എടാ ഗൾഫ് പോയി ഞാൻ എന്തിനാണ് നയിക്കാൻ പറ്റില്ല? ഗൾഫ് പോകുന്നത് എന്ത് ഗൾഫ് പോകുന്നത്? കളക്കാരി അറിയാൻ പറ്റുമോ? എന്താ വരുന്നത്? ഞാൻ കുറച്ച് ഇതായിട്ട് ഇതൊക്കെ സുഖല്ലേ? ഞാൻ അതെ ഒരാഴ്ചയായി. പ്രശ്നമൊന്നുമില്ല. ഇതേമാതിരി എന്റെ പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്തിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് വിസന്റെ പൈസ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അവിടെ പോയി നയിച്ച് 2.5 കൊല്ലം നയിച്ച് ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്ത് ആ പൈസ എടുത്ത് എന്റെ പെണ്ണുങ്ങൾ ഇതേമാതിരി സ്വർണ്ണം ഞാൻ എടുത്തൊടുത്ത് തിരിച്ചെടുത്ത് പിന്നെ പണയം വെച്ചത് ഞാൻ എടുത്തൊടുത്തിട്ട് പിന്നെ ഞാൻ എന്റെ ജോലി അവിടെ ഒഴിവാക്കി ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നു. രണ്ടാമത്തെ പോക്കല്ലേ ഇതേപോലെ? ആ 2.5 കൊല്ലാട് നിന്ന് ഗൾഫിൽ പോകേണ്ട ആവശ്യമില്ല. സ്വർണ്ണം പണം ഇതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഗൾഫ് പോകണ്ടേ?
പോണ്ടെന്നല്ല ഏ? പണയം വെച്ചെടുക്കാൻ വേണ്ടിട്ട് അത്ര നയിച്ചിട്ട് വന്നിട്ട് പണയം എടുത്തു കൊടുത്തു. ആ. അപ്പൊ എന്തിനാ വെറുതെ ഇത്ര ബുദ്ധിമുട്ടുണ്ട്? ഞാൻ പോയ ഒക്കെ ഭ്രാന്തായോ അനക്കാണ്ട ഭ്രാന്ത് എടാ എനിക്ക് എന്താ പറഞ്ഞ മനസ്സിലായില്ല മലയാളം എനിക്കും അറിയില്ലേ ഒന്നും പടവ ഒന്നും പടവ ഞാൻ പൊട്ടാ അനക്ക് ശ്രദ്ധിച്ച്. ഭ്രാന്താവും കേട്ട് കഴിഞ്ഞാല്. ശ്രദ്ധിച്ച് കേക്ക് എനിക്ക് ഗൾഫില് ആ. പോവാന് നമ്മ വെറുതെ പോകാൻ കഴിയില്ലല്ലോ പൈസ വേണ്ടേ വേണം എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലേ എന്റെ പെണ്ണുങ്ങളെ സ്വന്തം പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്ത് ഞാൻ ആ പണയം വെച്ച് വാടകയൊന്നുമല്ല, അതാ ഞാൻ ഇതാക്കി അത് ഞാൻ ഇതാക്കി ഏത് പണയം വെച്ച് പണയം വെച്ച സമയത്ത് നമുക്ക് എടുത്തു കൊടുക്കണം എന്റെ പെണ്ണുങ്ങളാണ് സ്വർണ്ണം നമ്മൾ എടുത്തു കൊടുക്കണ്ടേ ഞാൻ ഗൾഫിൽ പോയി 2-2.5 കൊല്ലം നയിച്ച് ഈ സ്വർണ്ണം എടുക്കാനുള്ള പൈസ എനിക്ക് ആയി ആയി. പിന്നെ എന്തിനാ ഞാനവിടെ പണിയെടുക്കുന്ന നിന്റെ ചോദ്യം അതാ എനിക്ക് വന്നിട്ട് എനിക്ക് ആ സ്വർണ്ണം എടുത്തു കൊടുത്താൽ ഞാൻ ഫ്രീ ആയില്ലേ ഇങ്ങനെന്താ മനസ്സിലാത്തത് സോനെ, അങ്ങനെയെങ്കിൽ അനക്ക് ഗൾഫിൽ പോവാതിരുന്നാ പോരെ, എത്ര റിസ്ക് എടുക്കണം എനിക്ക് ഗൾഫ് പോകണം എനിക്ക് തീരുമാനിക്കൽ എനിക്ക് ഗൾഫ് പോകണം ഞാൻ തീരുമാനിക്കൂലേ എനിക്ക് ഗൾഫ് പോകാൻ ഞാനാ തീരുമാനിക്കൽ എനിക്ക് 2.5 കൊല്ലം പണിയെടുത്തിട്ട് നാളെ കാണാൻ നോക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ എവിടെ പോവല്ലേ ഇത് പരിഹാരം ഉണ്ടാക്കിട്ട് പോ. അതിനെക്കാട്ടി പിരാന്തായിക്കണത് കേട്ടു. എന്നാ ശരി എന്നാല് ഈ ഞങ്ങൾ രണ്ടും ആലോചിച്ച് നോക്കി ഇവിടെ നിന്നിട്ട് അതിന്റെ മറുപടി ഇട്ടു ഒന്ന് ആലോചിച്ച് നോക്കി ജാതി പൊട്ടം പോടോക്ക് 2.5 കൊല്ലം പണിയെടുത്ത് പണയം വെച്ചെടുക്കാനാണ്. എന്തിനാ പണം ഗൾഫിൽ പോയത്? ഇവിടെ പണിക്ക് പോയാ പോരെ പൊട്ടനാടാ. അത്ര വെയിലത്ത് എനിക്ക് ഭ്രാന്ത് വരും. ഒരു കഥ ആൾക്കാർ